ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെ വേദി പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് ഇരുവരും സൗഹൃദം പങ്കിട്ടത്. അധികാരം ഉപയോഗിച്ച അശാസ്ത്രീയതയും അസംബന്ധവും പഠിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ഗുരുവചനങ്ങൾ ഉയരണമെന്ന് സിദ്ധരാമയ്യയും പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷ വിമർശനത്തോടെയായിരുന്നു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. ഭരദ്വാജ് മഹർഷി വിമാനം കണ്ടുപിടിച്ചു എന്ന് പഠിപ്പിക്കുന്നു. ധൃതരാഷ്ട്രർക്ക് യുദ്ധം പറഞ്ഞുകൊടുക്കാൻ TV കണ്ടുപിടിച്ചു എന്നും പഠിപ്പിക്കുന്നു. അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയ ഗുരുവിന്റെ യുക്തിപൂർണമായ വിദ്യാഭ്യാസ ചിന്തയെ ധിക്കരിക്കലാണിതെന്നും പിണറായി പറഞ്ഞു. ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനങ്ങളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്നു. മനുഷ്യന്റെ യുക്തിചിന്തയെയും സ്വാതന്ത്ര്യദാഹത്തെയും ചങ്ങലക്കിടുകയാണ് ലക്ഷ്യം. സമ്മേളനവേദിയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഹസ്തദാനം നൽകി മുഖ്യമന്ത്രി സ്വീകരിച്ചു. ബുൾഡോസർ രാജ് വിവാദത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇരുവരും വേദി പങ്കിടുന്നത്. കർണാടക മുഖ്യമന്ത്രി പ്രസംഗിക്കും മുൻപ് വേദി വിടുന്നത് മന്ത്രിസഭായോഗം ഉള്ളതുകൊണ്ടാണെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി ബുൾഡോസർ രാജിനെ കുറിച്ച് മിണ്ടിയില്ല. ശിവഗിരി മഠത്തിൽ വരാനായത് വലിയ ബഹുമതിയാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. Through manufactured hatred, Shivagiri asserts dialogue over dominance, equality over hierarchy, and ethics over symbolism. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, KC വേണുഗോപാൽ, വെള്ളാപ്പള്ളി നടേശൻ, അടൂർ പ്രകാശ് എന്നിവരും പ്രസംഗിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.